കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറിയിലെ വടം കണ്ടെത്തി. ഗംഗാവലി പുഴയിൽ മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിലാണ് വടം ലഭിച്ചത്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. അലക്സ്, ഈ വടം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് അർജുന്റെ അല്ലെങ്കിൽ അർജുൻ ഓടിച്ച ലോറിയിൽ ഉപയോഗിച്ചത് തന്നെയാണെന്നതിന് സ്ഥിരീകരണമായിട്ടുണ്ടോ? കൃഷ്ണ സ്ഥിരീകരിച്ചിട്ടില്ല. മനാഫ് ഇവിടേക്ക് എത്തിയിട്ടില്ല. ലോറി ഉടമ മനാഫിനെ കാക്കുകയാണ്. മനാഫ് വന്ന് ആ വടം കാണണം. ആ വടം കണ്ടാൽ മനാഫിന് മനസ്സിലാകും. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഈ പുറത്ത് നിന്ന് ഈ കോൺടാക്ട് പോയിന്റിൽ നേരത്തെ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് അർജുന്റെ ട്രക്കിലേതെന്ന് സ്ഥിരീകരിച്ച കയറും അതുപോലെ മറ്റു ചില ലോഹഭാഗങ്ങൾ കൂടി കിട്ടിയത് ഈ പ്രദേശത്തു നിന്ന് തന്നെയാണ്. ഇത് അത്യാവശ്യം വലിയ നീളമുള്ള റോപ്പിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ കമ്പനി ഏർപ്പെടുത്തിയ ഡൈവിംഗ് സംഘം നടത്തിയ തിരച്ചിലിൽ കിട്ടിയത്. അത് ആ വള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം അതിന് നല്ല നീളമുണ്ട്. ഈ തൊട്ടടുത്തുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് അത് ആ ട്രക്കിലേതാകാനാണ് സാധ്യത എന്ന് അവർ പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് കണ്ടാൽ മനാഫിന് മനസ്സിലാകും. മാത്രമല്ല, ആ ഡ്രഡ്ജിങ് ഇപ്പോൾ നടക്കുന്നത്, നമ്മുടെ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഡ്രഡ്ജിംഗ് ആണ്. ആ പ്രധാനപ്പെട്ട പോയിന്റിലാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നത്. ആ ഡ്രഡ്ജിങ്ങിൽ നിന്ന് അവർക്ക് ബാഗോ അതോ സീറ്റ് കവറോ അതിന് സമാനമായ ചില വസ്തുക്കൾ കൂടി കിട്ടിയിട്ടുണ്ട്. ഒരു തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ ഒരു വസ്തു കൂടി കിട്ടിയതായ അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതിനകത്ത് ജീവനക്കാർ അതെടുത്ത് നോക്കുന്നതടക്കം നമ്മൾ കാണുന്നുണ്ട്. അതൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിയൽ രേഖയോ മറ്റോ ഒക്കെയാണ്. അത് അവർ അധികൃതർക്ക് കൈമാറുമ്പോഴേ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്താണെങ്കിലും കൃഷ്ണ, പ്രധാനപ്പെട്ട കാര്യം, അർജുന്റെ കുടുംബവും അതുപോലെ മനാഫും ഒക്കെ പറയുന്നത് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ നിലവിൽ ഡ്രഡ്ജിംഗ് നടക്കുന്ന ഈ പ്രദേശത്ത് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന, അടിത്തട്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തുള്ള നടത്തുന്ന ഈ പരിശോധന നടക്കുന്ന ഈ സ്ഥലത്ത് തന്നെ ലോറിയെ കുറിച്ചുള്ള സൂചന അല്ലെങ്കിൽ ട്രക്കിനെ കുറിച്ചുള്ള സൂചന ഇവിടെ നിന്ന് തന്നെ ലഭിക്കുമെന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. അല്പം മുമ്പ് ജിതിൻ, അർജുന്റെ സഹോദരിയുടെ ഭർത്താവാണ്, ജിതിൻ പറഞ്ഞതും ഇന്നൊരു ഏകോപനത്തോടു കൂടിയുള്ള ഒരു തിരച്ചിൽ കാണുന്നുണ്ട്. ഇന്നത്തെ തിരച്ചിൽ തൃപ്തിയുണ്ട്. കാരണം അവർ സംശയിച്ച ഇടത്ത് തന്നെ കാര്യക്ഷമമായ തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന കാഴ്ച. നാവികസേന ഈ പ്രദേശത്ത് തന്നെ ഏതാണ്ട് 30 മീറ്ററോളം അടയാളപ്പെടുത്തി നൽകിയിട്ടുണ്ട്, മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. അവിടെ ഡ്രഡ്ജിംഗ് കാര്യക്ഷമമായി നടത്താനാണ് നാവികസേനയും പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഡ്രഡ്ജിംഗ് പുരോഗമിക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഏർപ്പെടുത്തിയ ഡൈവർ ഇറങ്ങി ഈ മുങ്ങാങ്കുഴിയിട്ട് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു വസ്തു തൊട്ടപ്പുറത്ത് കണ്ടത്, ഇതിന് മുകളിലുണ്ടായിരുന്ന ഇലക്ട്രിക് ടവറിൽ ഏതോ ഒരു ഭാഗമാണ്. അത് വലിയ നീളത്തിൽ ആ പുഴയുടെ നടുഭാഗത്തായി കിടക്കുന്നത് രാവിലെ ഈ ഡ്രഡ്ജിങ്ങിൽ കണ്ടെത്തിയിരുന്നു. അത് മാത്രമല്ല, അവിടെ നിന്ന് ഈ വീടുകളുടെ മേൽക്കൂരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന തകര ഷീറ്റൊക്കെ ആ വെള്ളത്തിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് വേണമെങ്കിൽ ഈ 4-ാം ദിവസം നമുക്ക് പറയാം. അതായത് ഈ കയർ സ്ഥിരീകരിച്ചാൽ, അത് അർജുന്റെ ട്രക്കിന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചാൽ ഒരു പ്രധാനപ്പെട്ട സൂചന ഈ 4-ാം ദിവസം വേണ്ടി ലഭിക്കുന്നു എന്ന് പറയാം. ഇന്നലെയൊന്നും അർജുന്റെ വാഹനത്തിൽ നിന്ന് ഒരു വസ്തു ഈ പ്രദേശത്ത് നടത്തിയ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച ഒരു സൂചനയും ഈ ഡ്രഡ്ജിങ്ങിലോ അല്ലെങ്കിൽ ഈ അടിത്തട്ടിലെത്തി മുങ്ങാങ്കുഴിയിട്ട് നടത്തിയ പരിശോധനയിലോ ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇത് സ്ഥിരീകരിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട സൂചനയായി മാറും. അങ്ങനെയെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ നടത്തുക, നാവികസേന നൽകിയ നിർദ്ദേശം പോലെ തന്നെ. പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ എന്തോ ജീവനക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആരുടേതാണ് എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് ശേഷം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹവും കൂടി ഈ പോയിന്റുകൾ, തിരച്ചിൽ പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹം കൂടി ഒരു നേതൃത്വം നൽകും, ഒരു നിർദ്ദേശം ഈ തിരച്ചിലിന് ഇറങ്ങിയിട്ടുള്ള ഈ ജീവനക്കാർക്ക് നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 7 ദിവസം കൂടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇവിടെ തുടരാൻ നേരത്തെ കാരവാർ MLA ഈ അധികൃതരോട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൃഷ്ണ, മറ്റൊരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വിവരം വരുന്നത്, ഈ ഉത്തര കന്നഡ ജില്ലയിലടക്കം അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ്. അങ്ങനെ മഴ ശക്തിപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും നദിയിലെ ജലനിരപ്പ് ഉയരും, നീരൊഴുക്ക് വർദ്ധിക്കും. അതുമാത്രമല്ല, ആ സമയത്ത് കാര്യമായ മഴ പെയ്യുന്ന സമയത്ത് ഈ ഡ്രഡ്ജർ ഇങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ അത് പ്രവൃത്തിയെ ബാധിക്കും. അതെന്തായാലും കാത്തിരുന്ന് കാണാം. ഇവിടുത്തെ അന്തരീക്ഷം എന്താണെങ്കിലും മാറി മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ പരമാവധി സാധ്യത അവർ പ്രയോജനപ്പെടുത്തുകയാണ്. പരമാവധി തിരച്ചിൽ ഈ സമയത്ത് നടത്തുകയാണ്. പ്രത്യേകിച്ച് കുടുംബവും മറ്റുള്ളവരും ഒക്കെ പറയുന്നത് പോലെ അർജുന്റെ ടാങ്കർ അല്ലെങ്കിൽ അർജുന്റെ ഈ ട്രക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് കാര്യമായി ഇതാ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന നടത്തുന്നു. ക്രിസ്റ്റിന, അലക്സ് റാം മുഹമ്മദാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരുൺ പൂപ്പറമ്പ കൂടെ ചേരുകയാണ്. അരുൺ, നിർണായകമായ ചില സൂചനകൾ എന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ തെരച്ചിലിൽ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേവി ഈ തെരച്ചിലിനൊപ്പം ചേർന്നതിൻ്റെ ഊർജ്ജം ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അസ്ഥി ലഭിച്ചിരുന്നു. അസ്ഥി ഫോറൻസിക് പരിശോധനയ്ക്കായി മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിയൽ രേഖയെന്ന് തോന്നിക്കുന്ന ഒരു വസ്തുവും ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
അരുൺ പൂപ്പറമ്പ കൂടി ചേരുകയാണ് ഷിരൂരിൽ നിന്ന്. അരുൺ, ഇന്നത്തെ തെരച്ചിലിൽ വളരെ നിർണായകമായ സൂചനകൾ എന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കയർ അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചതാണോ എന്നതിന് സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. പക്ഷേ തിരിച്ചറിയൽ രേഖയെന്ന് സൂചിപ്പിക്കുന്ന എന്തോ കിട്ടിയിട്ടുണ്ട്. അത് ആരുടേതാണെന്ന് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് ആരുടേതാവാം. കൂടുതൽ സൂചനകൾ അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നാവികസേന കൂടി തെരച്ചിലിൽ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ തെരച്ചിലിന്റെ പുരോഗതി എങ്ങനെയാണ്? ഷിരൂരിൽ ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ, തെരച്ചിൽ നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ ഒരു വസ്തു ഉണ്ട് എന്നതാണ്. അതൊരു തിരിച്ചറിയൽ രേഖയാണോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അത്തരമൊരു സൂചന മാത്രമാണ്. ഒപ്പം തന്നെ ഇന്ന് ഒരു കയർ ലഭിച്ചിട്ടുണ്ട്, ഒരു വടം ലഭിച്ചിട്ടുണ്ട്. ഈ വടം അർജുൻ്റെ ലോറിയിൽ ഉപയോഗിച്ചതാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണമാകും. കാരണം ഈ ട്രക്ക് ഉടമ മനാഫ് അവിടെ എത്തിച്ചേരണം, അത് തിരിച്ചറിയണം. അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നത്തെ തെരച്ചിൽ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. നാവികസേന എത്തി അവർ അടയാളപ്പെടുത്തിയിട്ടുള്ള 30 മീറ്റർ ചുറ്റളവിൽ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. തെരച്ചിൽ തുടങ്ങി 2 മണിക്കൂറിനിടെയാണ് നിലവിൽ ആ കയറിന്റെ ഭാഗം കണ്ടെത്തിയത്. നേരത്തെ അവിടെ അർജുന്റെ ലോറിയിൽ തടികെട്ടാൻ ഉപയോഗിച്ച ആ കയർ കണ്ടെത്തിയിരുന്നു. അതിന്റെ ബാക്കിയാണ് ഈ കയർ എന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ മനാഫ് എത്തിയ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമേ ഇനി ആവശ്യമുള്ളൂ. പക്ഷേ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള അതേ കയറിന്റെ അതിന്റെ ബാക്കിയാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളതെന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നടത്തുന്ന തെരച്ചിൽ, മുന്നോട്ടുള്ള തെരച്ചിൽ വളരെ നിർണായകമാകും എന്ന് തന്നെ നമുക്ക് പറയാം. നേരത്തെ തന്നെ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ട പോലെ അവിടെയാണ് ലോറിയുടെ കൂടുതൽ സാന്നിധ്യം ഉള്ളതായി സംശയിക്കുന്നത്. നേരത്തെ നാവികസേന അവരുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗം, അതിനുശേഷം ലോറിയുടെ വീൽ ജാക്ക് കണ്ടെത്തിയ അതേ സ്ഥലത്ത് അവിടെ നേരത്തെ കയറ് കണ്ടെത്തിയിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി, ആ തടി കെട്ടാൻ ഉപയോഗിച്ച കയറിന്റെ ബാക്കി കൂടി കണ്ടെത്തുമ്പോൾ അവിടെ കൂടുതൽ വിശദമായ തെരച്ചിൽ നടത്തിയാൽ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. നിലവിൽ ഇപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം, നാവികസേന നൽകിയിട്ടുള്ള നിർദ്ദേശം അവിടെ വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്താനാണ്. അതൊരു 30 മീറ്റർ ചുറ്റളവാണ്. അപ്പോൾ അവിടെ സമയമെടുത്ത് തെരച്ചിൽ നടത്താൻ തന്നെയാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം NDRFന്റെയും SDRFന്റെയും സംഘം നിലവിൽ ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഏത് സമയവും നാവികസേന ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ ഡൈവർമാർ. നമുക്ക് അലക്സിലേക്ക് ഒന്നുകൂടി പോകേണ്ടതായിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വീണ്ടും ചേരുന്നു. അലക്സ്, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ വസ്തു, അതൊരു തിരിച്ചറിയൽ രേഖ എന്ന ഇതുപോലെയാണ് തോന്നുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? കൃഷ്ണ, തീർച്ചയായും അത് ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് അടിത്തട്ടിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് അവർക്ക് ബാഗിന് സമാനമായ അല്ലെങ്കിൽ സീറ്റ് കവറിന് സമാനമായ ഒരു വസ്തു അവർക്ക് കിട്ടിയത്. ഒരുപക്ഷെ അതിൽ നിന്നാണ് അവർക്ക് ആ തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ വസ്തു കിട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് സംശയം ജനിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഈ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ അർജുന്റെ ലോറിയുടെ ടയറ്, അതുപോലെ ഈ ട്രക്കിലുണ്ടായിരുന്ന ഈ വെള്ളം ഘടിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡ്, അത് തുടങ്ങി ചില ലോഹഭാഗങ്ങൾ, ആ ട്രക്കിന്റെ തന്നെ ലോഹഭാഗങ്ങൾ കിട്ടിയത് ഇതേ സ്ഥലത്ത് നിന്നാണ്. ഇതേ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ, അത് ഈ ഗംഗാവലിയുടെ ആഴത്തിലിറങ്ങി നടത്തിയ പരിശോധന, ഡൈവർമാർ നടത്തിയ പരിശോധനയിലും, അതുപോലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് നടത്തുന്ന പരിശോധനയിലും ഇവിടെ നിന്നാണ് ആ ട്രക്കിനെ സംബന്ധിച്ച കൂടുതൽ സൂചനകൾ ലഭിക്കുന്നത്. ആ ട്രക്കിലേതെന്ന് സ്ഥിരീകരിച്ച വസ്തുക്കൾ കിട്ടിയത് ഇവിടെ നിന്നാണ്. അല്പം മുമ്പ് വലിയൊരു വടം കിട്ടിയിരുന്നു, വലിയൊരു റോപ്പ് കിട്ടിയിരുന്നു. അത് അർജുന്റെ ട്രക്കിലേതാണ് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത് മനാഫെത്തി സ്ഥിരീകരിക്കേണ്ട ഔദ്യോഗികത മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ യന്ത്രക്കൈ പോകുന്നത് പോലെ ആ യന്ത്രക്കൈ നേരത്തെ അവിടെ നിന്ന് താണെടുത്തതാണ് ആ ഒരു ബാഗിന് സമാനമായ വസ്തു. അതിൽ നിന്നാണ് ഒരു തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ ഒരു വസ്തു ആ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത്. അത് അദ്ദേഹം നോക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണെങ്കിലും അതും സ്ഥിരീകരണം വരേണ്ടതുണ്ട് ക്രിസ്റ്റീന. അവർ അതൊക്കെ അധികൃതർക്കാണ് കൈമാറുക. ഇനി അതുമായി ബന്ധപ്പെട്ട് നേരത്തെ മാൽപേ മാധ്യമങ്ങളോട് കൃത്യമായി ഡയറക്റ്റ് മാധ്യമങ്ങളോട് അത് സംസാരിച്ചിരുന്നത് പോലെ അത്തരം ഒരു
നിർദ്ദേശം അവർ തരില്ല. അതായത് ഇപ്പൊ നിലവിലുള്ള ഈ ജീവനക്കാർ തരില്ല. അവർ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്. അവർ ഔദ്യോഗികമായി മാത്രം നൽകുകയും ഔദ്യോഗിക സ്ഥിരീകരണം അങ്ങനെ ലഭിക്കുകയും മാത്രമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത് നമുക്ക് അതിനുശേഷം ആ പരിശോധനയ്ക്ക് ശേഷം അത് ആരുടേതാണ് രേഖ, തിരിച്ചൽ രേഖ ആരുടേതാണെന്ന് അലക്സ് റാം മുഹമ്മദും അരുൺ പൂപ്പറമ്പയുമാണ് ശിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ശിരൂരിലെ വാർത്തകളിലേക്ക് തന്നെ നമ്മൾ പോകും.